ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള കോട്ടമുറിയിൽ വാഹനാപകടം. ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിക്കുന്ന് വേലയ്ക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത്. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ആനയെ തളച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ നിർമ്മിച്ച ജനമൈത്രി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മാള കോട്ടമുറിയിൽ വാഹനാപകടം. ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഗുരുതര പരിക്കേറ്റ വടമ സ്വദേശി പള്ളിയത്ത് വീട്ടിൽ 79 വയസ്സുള്ള പ്രഭാകരൻ, ഹോളി ഗ്രേസ് പോളിടെക്നിക് വിദ്യാർത്ഥിയായ രോഹിത് എന്നിവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മതിക്കുന്ന് വേലയ്ക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത്. തിങ്കളാഴ്ച രാവിലെ എഴുന്നള്ളിപ്പിന് മുൻപാണ് ആന അനുസരണക്കേട് കാണിച്ചത്. ഇടഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ച ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് പെട്ടെന്ന് തന്നെ തളച്ചു. രാവിലത്തെ എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റുന്നതിനാണ് ആനയെ കൊണ്ടുവന്നത്. ഇടഞ്ഞ കൊമ്പൻ നാശനഷ്ടങ്ങളൊന്നും വരുത്തിയില്ല. ആനയെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാതെ തിരിച്ചു കൊണ്ടുപോയി. പിന്നീട് 4 ആനകളെ ഉൾപ്പെടുത്തി എഴുന്നള്ളിപ്പ് നടത്തി. പുത്തഞ്ചിറ ആശുപത്രി പാടത്ത് കൂട്ടമായി കൊക്കുകളെത്തിയത് കൗതുക കാഴ്ചയായി മാറി. പുഞ്ചകൃഷിക്കായി വെള്ളം വെറ്റിച്ച പാടശേഖരത്തിലെ ചെറുമീനുകളെ തിന്നുവാനെത്തിയതായിരുന്നു കുറ്റികൾ. 100 കണക്കിന് കൊക്കുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. കൊക്കുകൾക്കൊപ്പം എത്തുന്ന ദേശാടന പക്ഷികളും നാട്ടുകാർക്ക് കൺകുളിർക്കെയുള്ള കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കുട്ടികളും മുതിർന്നവരും ഇവയെ കാണാനെത്തുന്നുണ്ട്. കുർബാന കഴിഞ്ഞ് ഓടിപ്പോകുന്ന നമ്മൾ ഈ വിഷുവിന്റെ മധ്യത്തിൽ തേടാതെ അവരുടെ പുത്തഞ്ചിറ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ഭക്തി നിർഭരമായി. രാവിലെ നടന്ന കുർബാനയ്ക്ക് ഫാദർ ഡേവിസ് അമ്പുക്കൻ കാർമ്മികത്വം വഹിച്ചു. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. തുടർന്ന് നടന്ന തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട, ഹൊസൂർ, ഖോരക്പൂർ രൂപതകളിലെ നവവൈദികർ കാർമ്മികരായി. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. എറിയാട് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ നിർമ്മിച്ച ജനമൈത്രി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25.48 ലക്ഷം രൂപ വകയിരുത്തിയാണ് 2 കൽവർട്ടുകളോടുകൂടി കോൺക്രീറ്റ് ടൈൽ വിരിച്ച റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. രാജൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സജിത രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ, ബ്ലോക്ക് മെമ്പർ നൌഷാദ് കൗർഗപ്പാടത്ത്, എറിയാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാബി ഉമ്മർ എന്നിവർ സംസാരിച്ചു. ഈ കയ്പമംഗലം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ച പ്രദേശമാണ് എറിയാട്. അത് ഈ റോഡിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ എല്ലാത്തരം സ്ഥാപനങ്ങളിലും
ഫണ്ട് ലഭിക്കാൻ പലതരം കാരണം എന്ന് പറയുന്നത് വെച്ചാൽ ഒരു പലതരം പ്രത്യേകതകളുള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ സ്കൂളിൻ്റെ കാര്യം, ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ കാര്യം എടുത്തപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതാണ് KVGHS. അതിൽ 8.25 കോടി രൂപ ഇപ്പോൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ 8.25 കോടി രൂപ നമ്മുടെ സാധാരണ മക്കൾ പഠിക്കുന്ന സ്ഥാനമാണ്. ITക്ക് നല്ല കെട്ടിടം പണിത് കഴിഞ്ഞു. ഇപ്പോൾ തൊട്ട് മുമ്പിൽ വേറെ തരണം വേണം പറഞ്ഞിപ്പോൾ പുതിയത് പാസ്സാക്കിയിട്ടുണ്ട്. അതായത് 36 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട്. നമ്മുടെ IT നിങ്ങളുടെ തൊട്ടടുത്താണ്. പിന്നെ നിരവധിയായിട്ടുള്ള റോഡുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ആരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്താനുള്ളത് വന്നിട്ടുണ്ട്. രണചേതന ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ ക്ലബ്ബുകൾക്ക്, സാംസ്കാരിക സംഘങ്ങൾക്ക് പല സ്ഥലത്തും കിട്ടിയപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മുനക്കലിൽ നമുക്ക് നല്ലപോലെ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മുനക്കലിൽ നിങ്ങൾക്കറിയാലോ, അതിൻ്റെ റോഡ്, അതിൻ്റെ സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും അതിനോട് ചുറ്റുമുള്ള മറ്റ് കേന്ദ്രങ്ങളിലും ആവശ്യമായിട്ടുള്ളത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. KPMS ആലമറ്റം ശാഖാ വാർഷിക സമ്മേളനം നടന്നു. പട്ടികജാതി പട്ടികവർഗ സംവരണം ഭരണഘടനയുടെ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് ഇന്ത്യൻ പാർലമെന്റിൽ നിയമം പാസാക്കണമെന്നും ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ പാർലമെന്റിൽ അവഹേളിച്ചതിലും സമ്മേളനം പ്രതിഷേധം രേഖപ്പെടുത്തി. KPMS മാള ഏരിയ യൂണിയൻ സെക്രട്ടറി വിനയൻ മംഗലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. സുനിൽ മാട്ടുമ്മൽ അധ്യക്ഷത വഹിച്ചു. ഹരിഹരൻ, UV വിശ്വനാഥൻ, PA കൃഷ്ണൻ, MK കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള കോട്ടമുറിയിൽ വാഹനാപകടം. ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിക്കുന്ന് വേലയ്ക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത്. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ആനയെ തളച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ നിർമ്മിച്ച ജനമൈത്രി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.